അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ഡിസ്കവർ ചെയ്ത് ബ്ലഡ് ഗ്രൂപ്പ്സിനെ ഡിസ്കവർ ചെയ്തത് കാൾ ലാൻഡ്സ്റ്റെയ്നറാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് RH ഗ്രൂപ്പിംഗ്. A ആണോ AB ആണോ AB ആണോ O ആണോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അത് കണ്ടുപിടിച്ച ആളാണ് കാൾ ലാൻഡ്സ്റ്റെയ്നർ. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങും RH ഗ്രൂപ്പിങ്ങുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് 2 സർഫസ് ആൻറ്റിജൻസ്. നമ്മുടെ RBCയുടെ സർഫസിൽ, RBCയുടെ പ്രതലത്തിലുള്ള 2 ആൻറ്റിജൻ, 2 ഇമ്പോർട്ടൻ്റ് ആൻറ്റിജൻ, ആ ആൻറ്റിജൻ്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ ABO ഗ്രൂപ്പിംഗ് മെയിനായിട്ട് ചെയ്യുന്നത്. കെമിക്കൽസ് ദാറ്റ് ഇൻഡ്യൂസ്, ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ദാറ്റ് ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസസ്, ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ്. അപ്പോൾ RBCയുടെ സർഫസിലുള്ള 2 ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും, അവരുടെ പ്രസൻസ് ഓർ ആബ്സെൻസ് വെച്ചിട്ടാണ് ABO ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ചെയ്യുന്നത്. സിമിലർലി പ്ലാസ്മ കണ്ടെയ്ൻസ് 2 ആൻറ്റിബോഡീസ്. അപ്പോൾ RBCയുടെ സർഫസിൽ എന്തുണ്ട്? ആൻറ്റിജൻ ഉണ്ട്. അതേസമയം പ്ലാസ്മയിൽ ആൻറ്റിബോഡീസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ആൻറ്റിബോഡീസ് ആർ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ, ദാറ്റ് ഈസ് ഗ്ലോബുലിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് എഗൻസ്റ്റ് ആൻറ്റിജൻസ്. ആൻറ്റിജനെതിരെ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ആൻറ്റിബോഡിയെ പറയുന്ന ആൻറ്റിബോഡി A, ആൻറ്റിബോഡി B എന്നാണ്. അപ്പോൾ നോക്കിയേ, 2 തരത്തിലുള്ള ആൻറ്റിജനും ഉണ്ട്, 2 തരത്തിലുള്ള ആൻറ്റിബോഡിയും ഉണ്ട്, Aയും Bയും. ആൻറ്റിജൻ കാണുന്നത് RBCയുടെ സർഫസിലും ആൻറ്റിബോഡി കാണുന്നത് ബ്ലഡ് പ്ലാസ്മയിലുമാണ്. ഇനി എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് നോക്കാം. ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് സാധാരണ പറയുന്നത് A, B, AB, O. ഇതാണ് സാധാരണ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് പറയുന്നത്. സാധാരണ നമുക്ക് കാണാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തൊക്കെ മാച്ച് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. A ഗ്രൂപ്പുള്ള ഒരാൾക്ക് A ഗ്രൂപ്പാണ് ട്രാൻസ്ഫർ ചെയ്യാം, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ശ്രദ്ധിക്കുക, ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി, ബ്ലഡിലുള്ള ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും സാന്നിധ്യം അല്ലെങ്കിൽ അസാന്നിധ്യം, അതായത് പ്രസൻസ് ഓർ ആബ്സെൻസ്, അതിൻ്റെ ബേസിലാണ് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിജൻ കാണുന്നത് RBCയുടെ പുറമെ സർഫസിലും, ആൻറ്റിബോഡി കാണുന്നത് ബ്ലഡ് പ്ലാസ്മയിലുമാണ്. അപ്പോൾ ഒരാളുടെ ഗ്രൂപ്പ് A ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. A ഗ്രൂപ്പ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ ഡയഗ്രമാണിത്. A ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ ആൻറ്റിജൻ എന്ന് പറയുന്നത്, അതായത് RBCയുടെ സർഫസിലുള്ള ആൻറ്റിജൻ എന്ന് പറയുന്നത് A തന്നെയായിരിക്കും. ആ സമയം പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ B ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആൻറ്റിജൻ Aയും ആൻറ്റിബോഡി Bയുമായിരിക്കും. അതേസമയം B ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? A ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആൻറ്റിജൻ A, RBCയുടെ സർഫസിലുള്ള ആൻറ്റിജൻ ഇസ് A and antibody is B, while in case of a person having B blood group, ഒരു അയാൾക്ക് B ബ്ലഡ് ഗ്രൂപ്പാണുള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമായിരിക്കും. ഇനി AB ബ്ലഡ് ഗ്രൂപ്പാണെങ്കിലോ അയാൾക്ക് ആൻറ്റിജൻ എന്ന് പറയുന്നത് 2 ഉണ്ടാവും, അതായത് Aയും Bയും. ആൻറ്റിബോഡിയോ ഒന്നും ഉണ്ടാവില്ല. അതേസമയം O ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ ആൻറ്റിജൻ ഒന്നും ഉണ്ടാവില്ല, ആൻറ്റിബോഡി Aയും Bയും ഉണ്ടാവും. ഇതാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ABO സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, ഏത് ഗ്രൂപ്പാണോ ഒരാൾക്കുള്ളത് ആ ആൻറ്റിജനാണ് അയാൾക്ക് ഉണ്ടാവുക, അത്രയും ഓർത്താൽ മതി. അപ്പോൾ A ഗ്രൂപ്പാണെങ്കിൽ ആൻറ്റിജൻ A, അപ്പോൾ നാച്ചുറലി ആൻറ്റിബോഡി B ആയിരിക്കുമല്ലോ. B ഗ്രൂപ്പാണെങ്കിൽ ആൻറ്റിജൻ B, നാച്ചുറലി ആൻറ്റിബോഡി A ആയിരിക്കും. ഇനി AB ഗ്രൂപ്പാണെങ്കിൽ അവിടെ Aയും ഉണ്ട് Bയും ഉണ്ട് അല്ലേ, അപ്പോൾ 2 ആൻറ്റിജനും ഉണ്ടാവും, Aയും Bയും. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാവുകയില്ല. ഇനി
ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഏതായിരിക്കും? ആൻറ്റിജൻ ഉണ്ടാവില്ല, ആൻറ്റിബോഡി എയും ബിയും പ്രസൻ്റ് ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരിൽ എങ്ങനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുക എന്ന് നോക്കാം. ഇപ്പോൾ എ ബി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് നോക്കിയേ. എ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആൻറ്റിജൻ 2 ആൻറ്റിജനും ഉണ്ട്. അതായത് ആൻറ്റിജൻ എയും ഉണ്ട്, ആൻറ്റിജൻ ബിയും ഉണ്ട്. ആ സമയം ആൻറ്റിബോഡീസ് നില്ലാണ്. അതുപോലെ ഒ ഗ്രൂപ്പ്, അത് രണ്ട് ശ്രദ്ധിക്കുക. ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻ നില്ലാണ്, ആൻറ്റിബോഡി 2 ഉണ്ട്. അപ്പോൾ ഇനി ചാർട്ടിൽ പറയുന്നതനുസരിച്ച് എ ഗ്രൂപ്പുള്ള ആൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആർക്കൊക്കെയാണെന്നാണ് നോക്കുന്നത്. എ ഗ്രൂപ്പുള്ള ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ആർക്കൊക്കെ? എ ഗ്രൂപ്പ് തന്നെയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എ ബിക്ക്. പറയുന്നത് മനസ്സിലായോ? എ ഗ്രൂപ്പിലുള്ള ഒരാൾ ബ്ലഡിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആരിലേക്കാണ്? എ ഗ്രൂപ്പുള്ള ആൾ ബ്ലഡിനെ ഡൊണേറ്റ് ചെയ്യുന്നത് എ ഗ്രൂപ്പുള്ള ആൾക്ക് തന്നെ ഒന്നുകിൽ. അപ്പോൾ സെയിം ആണ്, ആൻറ്റിജൻ ആൻറ്റിബോഡി സെയിം ആണ്. അതല്ലെങ്കിൽ എ ബി ഗ്രൂപ്പിനാണ്. ഇനി എ ബി ഗ്രൂപ്പിൽ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ എ ഗ്രൂപ്പുള്ള ഒരാളുടെ ശരീരത്തിൽ ആൻറ്റിജൻ എ ഉണ്ട്. ഇനി സപ്പോസ് ആൻറ്റിബോഡി ബി ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി ബിയും കൂടി റിയാക്ഷൻ നടത്തും. അതുകൊണ്ടാണ് പറയുന്നത് എ ഗ്രൂപ്പുള്ള ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കൊടുക്കാൻ പറ്റുന്നത് ഒന്നുകിൽ എ ഗ്രൂപ്പുള്ള ആൾക്കും അല്ലെങ്കിൽ എ ബി ഉള്ള ആൾക്കും. അത് എ ഗ്രൂപ്പുള്ള ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്ക്? ബി എന്ന് പറയുന്ന ആൻറ്റിബോഡി ഉള്ള ആൾക്ക്. ബി ആൻറ്റിബോഡി ഉള്ള ആൾക്ക് എ ഗ്രൂപ്പിലുള്ള ഒരു പേഴ്സണ് ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഡോണേഴ്സ് ഗ്രൂപ്പ് എ ആൻഡ് ഒ. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളിൽ ആൻറ്റിജൻ എ ഉണ്ടാവും, ആൻറ്റിബോഡി ബി ഉണ്ടാവും. അയാൾക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? എ ഗ്രൂപ്പുള്ള ആൾക്കും എ ബി ഉള്ള ആൾക്കും. അതായത് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആരാണോ അത് സ്വീകരിക്കുന്നത് അയാൾക്ക് ആൻറ്റിബോഡി ബി ഉണ്ടാവാൻ പാടില്ല, ആൻറ്റിബോഡി എ ഉണ്ടാവാൻ പാടില്ല. അതാണ് റീസൺ. അപ്പോൾ എ ആൻറ്റിബോഡി ഇല്ലാത്ത ഒരാൾക്കാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ എ ഗ്രൂപ്പുള്ള ആൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ആരിൽ നിന്നൊക്കെ? എ ഗ്രൂപ്പുള്ള ആളിൽ നിന്നും ഒ ഗ്രൂപ്പുള്ള ആളിൽ നിന്നും. അതുപോലെ ബി ഗ്രൂപ്പുള്ള ആൾ, ഒരു പേഴ്സൺ, ബി ഗ്രൂപ്പുള്ള ഒരു പേഴ്സണിൽ ആൻറ്റിജൻ ബി ആയിരിക്കും, ആൻറ്റിബോഡി എ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ആർക്കൊക്കെ? അയാളുടെ ആൻറ്റിജൻ ബി ആണല്ലേ. അപ്പോൾ ആൻറ്റിജൻ ബി ആണ്, ആൻറ്റിബോഡി എയും ആണ്. അപ്പോൾ അയാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എ ബിക്ക്. കാരണം എന്താ? എ ബിയിൽ ആൻറ്റിബോഡി ആബ്സെൻ്റ് ആണ്. എ ബിയിൽ ആൻറ്റിബോഡി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഏത് ആൻറ്റിജൻ വന്നാലും അതിനെതിരെ ആക്ട് ചെയ്യാനുള്ള ആൻറ്റിബോഡി ഇല്ല. അതുപോലെ റിസീവ് ചെയ്യാം ബ്ലഡ് ആരിൽ നിന്ന്? ബിയിൽ നിന്നും ഒയിൽ നിന്നും. അതുപോലെ എ ബി ഗ്രൂപ്പുള്ള ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവില്ല, ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് മാത്രമാണ്. എ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് മാത്രം. കാരണം അയാളുടെ ശരീരത്തിൽ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ട്. വേറെ ആർക്ക് കൊടുത്താലും അവിടെ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ അത് റിയാക്ഷൻ നടത്തും. അപ്പോൾ എ ബി ഗ്രൂപ്പുള്ള ആൾക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ സമയം അയാൾക്ക് റിസീവ് ചെയ്യാം. ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം? എയിൽ നിന്നും ബിയിൽ നിന്നും എ ബിയിൽ നിന്നും ഒയിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും. ഇനി ഒ ഗ്രൂപ്പുള്ള ആൾക്കാണെങ്കിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി 2 ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലഡ് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എക്ക് ഡൊണേറ്റ് ചെയ്യാം, ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, എ ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, ഒക്ക് ഡൊണേറ്റ് ചെയ്യാം. അതായത് എല്ലാ ഗ്രൂപ്പിലേക്കും ഈ ഒ ഗ്രൂപ്പുള്ള ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ്. അതായത് ഒരാളുടെ ബ്ലഡിൽ ഒരേ സമയം അതായത് ആൻറ്റിജൻ എ ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി എയും കൂടെ വരുന്ന അവസരം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ആൻറ്റിജൻ ബി ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി ബി വരുന്ന അവസരം ഒഴിവാക്കുക. അങ്ങനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ നിയമം. അപ്പോൾ ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സൽ ഡോണറാണ്.
സോറി, ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും അത് തന്നെ ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇത്രയും ഗ്രൂപ്പുകളും അത് ഓരോരുത്തർക്കും ആർക്ക് കൊടുക്കാം, ആർക്ക് മേടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ എ ബി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ബി ഗ്രൂപ്പിന് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡിനെ സ്വീകരിക്കാം, ഏത് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് എ ബിയെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് വിളിക്കണം, സ്വീകർത്താവ്. അതേസമയം ഒ ഗ്രൂപ്പിന് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നോക്കിയേ ഒ ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്? എക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, ഒക്ക് കൊടുക്കാം. അപ്പോൾ ഒ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ഡോണറിനാണ്, യൂണിവേഴ്സൽ ഡോണർ. ഒ ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ വൈൽ എ ബി ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതാണ്, ആൻറ്റിജൻ എ റിയാക്ട്സ് വിത്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി എ, അതുപോലെ ആൻറ്റിജൻ ബി റിയാക്ട്സ് വിത്ത് ആൻറ്റിബോഡി ബി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി എയും കൂടി റിയാക്ഷൻ വരുന്ന സാഹചര്യത്തിനെ ഒഴിവാക്കുക. അതുപോലെ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി ബിയും കൂടി റിയാക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കുക. അങ്ങനെ മിക്സിങ് വന്നാൽ എന്ത് സംഭവിക്കും? ക്ലംപിംഗ് വരും. അതായത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്ലംപിംഗ് അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവും ആർ ബി സിക്ക്. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ക്ലംപിംഗ് എന്ന് പറയുന്നത്. ആർ ബി സികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണറും എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റുമാണ്. കാരണം ഒ ഗ്രൂപ്പിന് ഏത് ഗ്രൂപ്പിലുള്ള ആൾക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. എ ബി ആണെങ്കിലോ എവിടുന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. ഇതിങ്ങനെ പറയുമെങ്കിലും കഴിയുന്നതും സെയിം മാച്ചിങ് ഉള്ള ബ്ലഡ് മാത്രമേ ട്രാൻസ്ഫ്യൂഷന് ഉപയോഗിക്കാറുള്ളൂ. ഇനി ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ വേറൊരെണ്ണം വരുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എ പോസിറ്റീവ് എന്നാണ് പറയാം. അപ്പോൾ അതിൽ എ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെന്ന് പറയാൻ കാരണം എൻ്റെ ആർ ബി സിയുടെ സർഫസിൽ എന്തുണ്ട്? ആൻറ്റിജൻ എ ഉണ്ട്. അതുപോലെ എൻ്റെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ബിയും ഉണ്ട്. ഇനി എന്താണ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം? അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ആർ എച്ച് പോസിറ്റീവ് എന്നാണ് അതിന് പറയുന്നത്, അല്ലെങ്കിൽ ആർ എച്ച് ഗ്രൂപ്പിംഗ് എന്നാണ് പറയുന്നത്. ആർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസസ് ഫാക്ടർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. റീസസ് ഫാക്ടർ. ഈ റീസസ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജനാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ആർ ബി സി. ആർ ബി സിയുടെ സർഫസിൽ കാണുന്ന ഒരു ആൻറ്റിജനാണ് എന്ത്? റീസസ് ഫാക്ടർ. ഇറ്റ് ഈസ് സിമിലർ ടു ദ വൺ പ്രസൻറ്റ് ഇൻ റീസസ് മങ്കീസ്. അതുകൊണ്ടാണ് അതിന് ആർ എച്ച് ആൻറ്റിജൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ആർ ബി സിയുടെ സർഫസിൽ കാണുന്ന ആൻറ്റിജനാണ് ആർ എച്ച് ആൻറ്റിജൻ. അപ്പോൾ ചില ആൾക്കാരുടെ ആർ ബി സിയുടെ സർഫസിൽ ഈ ആർ എച്ച് ആൻറ്റിജൻ പ്രസൻ്റ് ആയിരിക്കും. അങ്ങനത്തെ ആളുകളുടെ പറയുന്ന പേരാണ് ആർ എച്ച് പോസിറ്റീവ്. ഒരു 80% ആൾക്കാരും ആർ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇനി ചില ആൾക്കാരിൽ ഈ ആർ എച്ച് ആൻറ്റിജൻ സർഫസിൽ ഉണ്ടാവില്ല. ആ ആൾക്കാരെ പറയുന്ന പേരാണ് ആർ എച്ച് നെഗറ്റീവ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആർ എച്ച് ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആളിൽ ആർ എച്ച് ആൻറ്റിജൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ആർ എച്ച് പോസിറ്റീവ്. ഇവിടെയാണെങ്കിലോ ആർ എച്ച് ആൻറ്റിജൻ ഇല്ല. സോ ഈ ടൈപ്പ് ബ്ലഡിനെ പറയുന്ന പേര് ആർ എച്ച് നെഗറ്റീവ്. ആർ എച്ച് പോസിറ്റീവ് മീൻസ് പ്രസൻസ് ഓഫ് ആർ എച്ച് ഫാക്ടർ ആൻഡ് ആർ എച്ച് നെഗറ്റീവ് മീൻസ് ആബ്സെൻസ് ഓഫ് ആർ എച്ച് ഫാക്ടർ. ഒരു 80% ഹ്യൂമൻസിലും ആർ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ ആർ എച്ച് പോസിറ്റീവും നെഗറ്റീവും കൂടി മിക്സ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആൻറ്റി ആർ എച്ച് ആൻറ്റിബോഡീസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട്. ആർ എച്ച് ആൻറ്റിജനാണ് പറയുന്നത്. ആർ എച്ച് ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസസ് ഫാക്ടർ എന്നാണ് അതിൻ്റെ പേര്. ഒരാൾ ആർ എച്ച് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അയാളുടെ ആർ ബി സിയുടെ സർഫസിൽ ആർ എച്ച് ആൻറ്റിജൻ ഉണ്ട് എന്നാണ് അർത്ഥം. ആർ എച്ച് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അയാളുടെ ആർ ബി സിയുടെ സർഫസിൽ ആർ എച്ച് ആൻറ്റിജൻ ഇസ് ആബ്സെൻറ്റ്. 80% സാധാരണ ആൾക്കാരും ആർ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ സാധാരണഗതിയിൽ ആർ എച്ച് ആൻറ്റിബോഡീസ് ആൻറ്റി ആർ എച്ച് ആൻറ്റിബോഡീസ് ബോഡിയിൽ നോർമലായിട്ടില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പോൾ ഒരു ആർ എച്ച് നെഗറ്റീവ് ബ്ലഡിലേക്ക്
RH നെഗറ്റീവ് ബ്ലഡിലേക്ക് നെഗറ്റീവ് പേഴ്സണിലേക്ക് RH പോസിറ്റീവ് ബ്ലഡ് എക്സ്പോസ് ചെയ്താലും സ്പെസിഫിക് ആൻറ്റിബോഡി ഉണ്ടാവും, ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി ഇത് ചെയ്യുമ്പോൾ RH എബിയോ ഗ്രൂപ്പിംഗ് മാത്രമല്ല RH മാച്ചിങ്ങും കൂടി നോക്കും. ഇനി ഈ RH ആൻറ്റിജൻ കൊണ്ടുള്ള ഒരു സീരിയസ് ആഫ്റ്റർ എഫക്റ്റാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ RH ഇൻകോമ്പാറ്റബിലിറ്റിയാണ്. ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേരാതെ വരിക. അതായത് ഒരു സ്ത്രീ അവർ RH നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ആ സ്ത്രീയുടെ കുട്ടി RH പോസിറ്റീവാണ്. അപ്പോൾ ഈ കുട്ടി മെറ്റേണൽ ഫീറ്റൽ ബ്ലഡ് എന്ന് പറയുന്നത് അത് ഇനീഷ്യൽ സ്റ്റേറ്റിലൊന്നും ഒരിക്കലും മിക്സ് ചെയ്യില്ല. കാരണം എന്താ സംഭവിക്കുക, പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലാസൻ്റ കൊണ്ട് മെറ്റേണൽ ടിഷ്യൂവും ഫീറ്റൽ ടിഷ്യൂവും സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇനീഷ്യൽ കേസിലൊന്നും ഈ അമ്മ RH നെഗറ്റീവാണ്, ശ്രദ്ധിക്കുക, അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും, ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ഇനീഷ്യൽ കേസിലൊന്നും ഈ മിക്സിംഗ് ഒന്നും നടക്കില്ല. പക്ഷെ ഡെലിവറിയുടെ സമയത്ത് എന്ത് പറ്റും, മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും കൂടി ചെറിയ രീതിയിൽ ഒരു എക്സ്പോഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എക്സ്പോഷർ ഓഫ് മെറ്റേണൽ ബ്ലഡ് ടു സ്മോൾ അമൗണ്ട്സ് ഓഫ് RH പോസിറ്റീവ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസ്. RH പോസിറ്റീവ് ബ്ലഡുമായിട്ട് ചെറിയ രീതിയിൽ എക്സ്പോഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, അമ്മയുടെ ബ്ലഡ് RH നെഗറ്റീവ് അല്ലേ, അമ്മയുടെ ബ്ലഡിൽ എന്തുണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. നോക്കിയേ, ചെറിയ രീതിയിലുള്ള എക്സ്പോഷർ ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ RH നെഗറ്റീവായിട്ടുള്ള അമ്മയുടെ ശരീരത്തിൽ RH ആൻറ്റിബോഡീസ് ഉണ്ടാവും. RH ആൻറ്റിബോഡീസ് എന്തുകൊണ്ടുണ്ടായി, ഡെലിവറിയുടെ സമയത്ത് മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും കൂടെ ഒരു മിക്സിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഇതുണ്ടാവുക. ഞാൻ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കും. പക്ഷേ പിന്നെയുള്ള ആദ്യത്തെ പ്രഗ്നൻസിക്ക് പ്രശ്നമില്ലാതെ വരും, കാരണം ഡെലിവറിയുടെ സമയത്താണ് ഈ മിക്സിങ് നടക്കുന്നത്. പിന്നെ ആൻറ്റിബോഡി ഉണ്ടായാലും അത് കുട്ടിയെ ബാധിക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഈ RH ആൻറ്റിബോഡീസ് ഉണ്ടല്ലോ, നേരത്തെ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്തുണ്ടായ RH ആൻറ്റിബോഡീസ് അത് ലീക്ക് ചെയ്യും, എന്നിട്ട് ഫീറ്റൽ ബ്ലഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ ആൻറ്റിബോഡീസ് പ്ലാസൻ്റ വഴി. എന്നിട്ട് എന്ത് സംഭവിക്കും, ഫീറ്റൽ ആർ ബി സിയെ ഡിസ്ട്രോയ് ചെയ്യും, കുട്ടിയുടെ ആർ ബി സിയെ ഡിസ്ട്രോയ് ചെയ്യും. പറയുന്നത് മനസ്സിലായോ? ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് ഒരു പോസിബിലിറ്റിയാണ്, മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും കൂടി മിക്സ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, അമ്മയുടെ ശരീരത്തിൽ RH ആൻറ്റിബോഡി ഉണ്ടായി. പക്ഷേ അത് കുട്ടിയുടെ ഫീറ്റസിൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഫീറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഡെലിവറിയുടെ സമയത്താണ് ഈ മിക്സിങ് വന്നത്, ഡെലിവറിയുടെ സമയത്താണ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടന്നത്. പക്ഷേ പിന്നെയുള്ള പ്രഗ്നൻസികൾ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് പ്രഗ്നൻസിയിൽ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ RH ആൻറ്റിബോഡീസ് ഓൾറെഡി അമ്മയിലുണ്ടായിരിക്കുന്നുണ്ട്. അത് ഫീറ്റസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, എന്നിട്ട് ഫീറ്റൽ RBCയെ ഡിസ്ട്രോയ് ചെയ്യും. അതാണ് ഈ കാണിക്കുന്നത്. കാരണം അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഈ RH ആൻറ്റിബോഡീസ് ഫീറ്റസിൻ്റെ RBCയിലേക്ക് വന്ന് അവിടെ ഡിസ്ട്രക്ഷൻ നടത്തും. അപ്പോൾ ഇത് കുട്ടിക്ക് ഫേറ്റൽ ഇഫക്റ്റ് വരെ ഉണ്ടാക്കാം, അതായത് കുട്ടിക്ക് മാരകമാവാം. കാരണം എന്താ, RBCകളൊക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അനീമിയ, അതുപോലെ ജോണ്ടിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടീഷനെ പറഞ്ഞ പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എങ്ങനെയാണ്, സെക്കൻഡ് ഡെലിവറി ആദ്യത്തെ സമയത്ത് അമ്മ RH നെഗറ്റീവായിരുന്നു, കുട്ടി RH പോസിറ്റീവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അമ്മയുടെ ശരീരത്തിൽ ഡെലിവറിയുടെ സമയത്ത് ഒരു മിക്സിങ് നടക്കാം. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഈ കുട്ടിയുടെ RH ആൻറ്റിജനെതിരെയുള്ള RH ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് വലിയ പ്രശ്നങ്ങളില്ല. ബട്ട് ഡ്യൂറിങ് സെക്കൻഡ് ഡെലിവറി ഇഫ് ദ ചൈൽഡ് ഈസ് RH പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ RH ആൻറ്റിബോഡീസ് ഫീറ്റൽ ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ലീക്ക് ചെയ്യും. എന്നിട്ട് ഈ ആൻറ്റിബോഡീസ് കുട്ടിയുടെ RBCയെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ RBC ഡിസ്ട്രോയ് ചെയ്താൽ അനീമിയ, ജോണ്ടിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്.
ഇതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആൻറ്റി RH ആൻറ്റിബോഡീസ് അമ്മയുടെ ശരീരത്തിലേക്ക് കൊടുക്കണം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ്. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയ്ക്ക് എന്ത് കൊടുക്കണം? ആൻറ്റി RH ആൻറ്റിബോഡി, അതായത് അമ്മയുടെ ശരീരത്തിൽ RH ആൻറ്റിബോഡി ഉണ്ടായിരിക്കുകയാണ്, അപ്പോൾ അതിനെതിരെയുള്ള ആൻറ്റി RH ആൻറ്റിബോഡി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ വരുന്നത്. ബ്ലഡ് ഗ്രൂപ്പിംഗ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ആൻറ്റിജനാണ് ഏതൊക്കെ ആൻറ്റിബോഡിയാണ്. ഓർത്തിരിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഏതാണോ ഗ്രൂപ്പ് ആ ആൻറ്റിജൻ പ്രസൻ്റ് ആയിരിക്കും. എ ഗ്രൂപ്പിൽ ആൻറ്റിജൻ എ, ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി, എ ബിയിൽ ബോത്ത് ആൻറ്റിജൻസ്, ഒയിൽ ഒരു ആൻറ്റിജനും ഇല്ല. അപ്പോൾ ആൻറ്റിജൻ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി ആൻറ്റിബോഡി അതല്ലാത്തത് എന്ന് ഓർത്താൽ മതി. ഇനി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്ക്? ഡൊണേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെയിം ആൻറ്റിജനും സെയിം ആൻറ്റിബോഡിയും കൂടി ഒരു എക്സ്പോഷർ വരാത്ത രീതിയിൽ ഡൊണേഷൻ നടക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെയിം ആൻറ്റിജനും സെയിം ആൻറ്റിബോഡിയും കൂടി എക്സ്പോഷർ വന്നാൽ എന്ത് സംഭവിക്കും? അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ക്ലംപിങ്, RBC ക്ലംബി. അങ്ങനെ നോക്കുമ്പോൾ O ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണറും AB ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റുമായിരിക്കും. ഇനി RH ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ RH ആൻറ്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പിനാണ് നമ്മൾ RH പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇഫ് RH ആൻറ്റിജൻ ഈസ് ആബ്സെൻറ്റ് ഇറ്റ് ഇസ് നോൺ ആസ് RH നെഗറ്റീവ്. അപ്പോൾ ഈ RH നെഗറ്റീവ് RH പോസിറ്റീവ് RH ആൻറ്റിജൻ്റെ ആബ്സെൻസ് ഓഫ് പ്രസൻസ് അതിൻ്റെ പ്രത്യേകത കൊണ്ട് വരുന്നൊരു ഡിസീസാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഒരു കണ്ടീഷനാണ്. അത് അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആണെങ്കിൽ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്തല്ല, സെക്കൻഡ് ഡെലിവറി അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഡെലിവറിയുടെ സമയത്ത് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇത്രയുമാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ വരുന്നത്. ഹായ്, ഇനി നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്. രക്തം എങ്ങനെയാണ് കട്ട പിടിക്കുന്നത്? ഇറ്റ് ഈസ് എ മെക്കാനിസം ഫോർ ദ ഹീമോസ്റ്റാസിസ്, ദാറ്റ് ഈസ് പ്രിവെൻഷൻ ഓഫ് ബ്ലഡ് ലോസിങ് ത്രൂ ഇഞ്ചുറീസ്. ബ്ലഡ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് ബ്ലഡ് നഷ്ടപ്പെടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനോമിനനാണ് ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് നേരം ബ്ലീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? നാച്ചുറലി ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യും കുറച്ച് നേരം കൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? അതാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാണ്. അത് എക്സസ് ബ്ലഡ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്, അതായത് അമിതമായ രക്തം നഷ്ടപ്പെടാതിരിക്കാനാണ് കൊയാഗുലേഷൻ, രക്തം കട്ടപിടിക്കൽ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മുറിഞ്ഞ സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ അറിയാം, ഒരു ബ്രൗൺ അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളറുള്ള സ്കം, റെഡിഷ് ബ്രൗൺ സ്ട്രക്ചർ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് കാണാം കുറച്ച് നേരം കൊണ്ട്. അതിനെയാണ് നമ്മൾ ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മുറിഞ്ഞ സ്ഥലത്തുനിന്ന് ബ്ലീഡിങ് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ ബ്ലീഡിങ് തന്നെ നിൽക്കും. അത് നിൽക്കുന്നത് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്ന ഒരു ക്ലോട്ടിങ് എന്ന് പറയുന്ന ഫിനോമിനൻ കൊണ്ടാണ്. ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു നാച്ചുറൽ ഫിനോമിനനാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് എക്സസീവ് ബ്ലഡ് ലോസ് എക്സസീവായിട്ട് ഉള്ള ബ്ലഡ് ലോസ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനോമിനനാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ്റെ ഫലമായിട്ട് ഒരു ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലം എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ ആ ഇഞ്ചുവേർഡ് പാർട്ടിലുണ്ടാവും. ആ കൊയാഗുലമാണ്, അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ തടയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണത് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അതൊരു കാസ്കേഡ് ഫിനോമിനനാണ്. കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് നടക്കുന്നു, ആ പ്രോസസ്സ് നെക്സ്റ്റ് ഒരു പ്രോസസ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, ആ പ്രോസസ്സ് നെക്സ്റ്റ് പ്രോസസ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ്. അപ്പോൾ ഈ സൈറ്റ് ഓഫ് ഇഞ്ചുറി, എവിടെയാണോ നമുക്കൊരു മുറിവ് പറ്റിയിരിക്കുന്നത് അതാണ് സൈറ്റ് ഓഫ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ആ സൈറ്റ് ഓഫ് ഇഞ്ചുറി ആൻഡ് ഇഞ്ചുറി ഓർ ട്രോമ സ്റ്റിമുലേറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദ ബ്ലഡ് ടു റിലീസ് സർട്ടൺ ഫാക്ടേഴ്സ് വിച്ച് ആക്ടിവേറ്റ് മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ. അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. അതായത് എവിടെയാണോ ഈ മുറിവ് ഉണ്ടാവുന്നത് ആ മുറിവുണ്ടാവുന്ന സ്ഥലത്തുനിന്ന് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും. പ്ലേറ്റ്ലെറ്റ്സും അതുപോലത്തെ ടിഷ്യൂസും. ആ പ്ലേറ്റ്ലെറ്റ്സും ടിഷ്യൂസും ചില പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ ഉണ്ടാക്കും. ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ ഉടനെ തന്നെ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് എൻസൈം ഈസ് നോൺ ആസ് ത്രോംബോകൈനേസ്.
ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ത്രോംബോകൈനേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ത്രോംബോകൈനേസ്, ശ്രദ്ധിക്കുക, നമ്മുടെ ഇഞ്ചേർഡ് പാർട്ടിലെ ക്ലംപ് ചെയ്ത ടിഷ്യൂസ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ദാറ്റ് റിലീസ് എ സബ്സ്റ്റൻസ് നോൺ ആസ് ത്രോംബോപ്ലാസ്റ്റിൻ. ദിസ് ത്രോംബോപ്ലാസ്റ്റിൻ ഫോംസ് ത്രോംബോകൈനേസ് എൻസൈം. And this thrombokinase enzyme, in presence of calcium ions in the presence, it converts enzyme എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു എ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ ബി ആയിട്ട് മാറ്റാൻ റേറ്റിനെ കൂട്ടുന്ന ആളാണ് എൻസൈം. അപ്പോൾ ത്രോംബോകൈനേസ് എൻസൈം ഇനീഷ്യേറ്റ് ദ കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ഇൻ ടു ത്രോംബിൻ. പ്രോത്രോംബിൻ ഈസ് ഇനാക്റ്റീവ് വൈൽ ത്രോംബിൻ ഈസ് ആക്റ്റീവ്. അപ്പോൾ ക്ലംപ് ചെയ്ത പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ടിഷ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോകൈനേസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് എൻ എൻസൈം. ദ ത്രോംബോകൈനേസ് ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം അയൺസ് കൺവേർട്ട് പ്രോത്രോംബിൻ ഇൻ ടു ത്രോംബിൻ. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ദിസ് ത്രോംബിൻ കൺവേർട്സ് ഫൈബ്രിനോജൻ ഇൻ ടു ഫൈബ്രിൻ. ഫൈബ്രിനോജൻ ഈസ് സോല്യുബിൾ. ഫൈബ്രിൻ മീൻസ് ഇറ്റ് ഈസ് ഇൻസോല്യുബിൾ. ഫൈബ്രിനോജൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്മ പ്രോട്ടീനാണ്. പ്ലാസ്മയിൽ 3 പ്രോട്ടീൻ ഉണ്ട്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ എന്നൊക്കെ പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻസ്, ആൽബുമിൻ എന്നൊക്കെ പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. അതിൽ ഫൈബ്രിനോജൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറയുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ സോല്യുബിളാണ്, അതിനെ ഇൻസോല്യുബിൾ ആയിട്ടുള്ള ഫൈബ്രിനാക്കി മാറ്റും. എന്നിട്ട് ഈ ഫൈബ്രിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡെഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻറ്റ്സിനെ, ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ, അതിനെയൊക്കെ അവിടെ ട്രാപ്പ് ചെയ്യും. അങ്ങനെ ഒരു ക്ലോട്ട് ഫോം ചെയ്യും. അതിനെയാണ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുന്ന് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യില്ല. അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ കാസ്കേഡ് ഓഫ് ഫിനോമിനൻ, ഈ ഫിനോമിനൻ മുഴുവൻ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി വയ്ക്കുക. അതായത് ഒരു ഇഞ്ചുറി നടന്നാൽ അവിടുത്തെ ക്ലംപ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ടിഷ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും. ആ ത്രോംബോപ്ലാസ്റ്റിൻ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബോകൈനേസ്. ദിസ് ത്രോംബോകൈനേസ് ആക്ടിവേറ്റ്സ് പ്രോത്രോംബിൻ ഇൻ ടു ആക്റ്റീവ് ത്രോംബിൻ. ഈ ത്രോംബോകൈനേസ് പ്രോത്രോംബിനെ ആക്റ്റീവായിട്ടുള്ള ത്രോംബിനാക്കി മാറ്റും ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം അയൺസ്. Then this thrombin converts soluble fibrinogen into insoluble fibrin. സോല്യുബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോല്യുബിൾ ആയിട്ടുള്ള ഫൈബ്രിനായിട്ട് മാറ്റും. ആൻഡ് ദിസ് ഫൈബ്രിൻ എന്ത് ചെയ്യും? ഫൈബ്രിൻ ട്രാപ്പ് ചെയ്യും. ആരെ? ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻറ്റ്സിനെ. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഡാമേജ് ആയിട്ടുള്ള, ഈ ഇഞ്ചേർഡ് പാർട്ടിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ടാവും. അതിനെയൊക്കെ അങ്ങ് ട്രാപ്പ് ചെയ്ത് ഒരു ക്ലോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ ക്ലോട്ട് എന്ത് ചെയ്യും? ഫർദർ ആ ഊസിങ് ഔട്ട്, ബ്ലഡിൻ്റെ ലൂസിനെ തടയും. കണ്ടോ, ഇഞ്ചുറി, ഡാമേജ് നടന്ന സ്ഥലത്തുനിന്ന് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ വെസൽസ് പതുക്കെ കോൺട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഉണ്ടാവും. അവസാനം ഫൈബ്രിൻ ഒരു ക്ലോട്ടാക്കി മാറ്റും. ഇതിനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് നടക്കുന്നത്. ഒരു ഇഞ്ചുറി നടക്കുന്നു. ഇഞ്ചുറി നടക്കുന്നതിൻ്റെ ഫലമായി RBC ഒക്കെ പുറത്തേക്ക് പോകുന്നു. അതാണ് പറയുന്നത് ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സൊക്കെ ചേർന്ന് ക്ലോട്ടാക്കി മാറ്റുന്നു. അവിടുത്തെ ഫോംഡ് എലമെൻറ്റ്സിനെ, ഡാമേജ്ഡ് ആയിട്ടുള്ള ഫോംഡ് എലമെൻറ്റ്സ് പിന്നെ ഫൈബ്രിൻ ട്രാപ്പ് ചെയ്തിട്ട് ഒരു ക്ലോട്ടാക്കി മാറ്റും. അപ്പോൾ ആ ക്ലോട്ട് എന്ത് ചെയ്യും? ആ ഇഞ്ചുവേർഡ് പാർട്ടിനെ കവർ ചെയ്യും. അപ്പോൾ പിന്നെ ബ്ലഡ് പുറത്തേക്ക് പോവില്ല. ഇതിനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ദിസ് ഈസ് കോൾഡ് ബ്ലഡ് ക്ലോട്ടിങ്.